സിന്ധുവിടെ പോയി? ടീച്ചർ എന്നോട് ക്ഷമിക്കണം. ഞാൻ സിദ്ധുവിനെ അന്വേഷിച്ചു വന്നതാ. ഐ എം സോറി. സത്യത്തിൽ സോറി ചോദിക്കേണ്ടത് ഞാനാണ്. കഥ അടിക്കാതിരുന്നത് എന്റെ തെറ്റല്ലേ? രാജേഷേ, ഇതുപോലൊരു ബംഗ്ലാവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ആവശ്യത്തിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതിനെന്താ, ഇനിയും ഉണ്ടാക്കാലോ. അതിനുള്ള വക നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ലേ? അവിടെയാണ് പ്രശ്നം. അച്ഛന് സ്വത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ ഒരു നായികയെ തിരക്കി പിടിച്ചു. എന്നിട്ട് ആഗ്രഹം സാധിച്ചോ? ആഗ്രഹം സാധിച്ചതിന്റെ ഫലമാ ഞാൻ. എടി, ഇവിടെ അടുത്തെങ്ങാനും ബീച്ച് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയി മനോഹരമായിട്ടൊരു കുളി കുളിക്കായിരുന്നു. അതിന് പോരേ, ഇവിടെ നല്ല അരുവിയുണ്ട്. വെള്ളം മുകളിന്ന് വീഴും. ആ മുറിക്കകത്ത് കയറി ആ പൈപ്പിനെ ഒന്ന് തുറന്നു വിട്ടാ മതി. മതി മതി, വേഗം റെഡിയാകണം. നമുക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ? അത് ഞാൻ മുമ്പേ വാങ്ങിച്ചിരുന്നതാ. ഇവളെന്താ ഇങ്ങനെ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. മായേ, എന്താ ആലോചിക്കുന്നേ? നമ്മുടെ ആകാശിനെ പറ്റിയാ, മറ്റൊന്നുമല്ല. സിന്ധുവിന്റെയും രാജേഷിന്റെയും കാര്യം അവളുടെ അച്ഛൻ സമ്മതിച്ചു. നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാ. പക്ഷേ നമ്മുടെ ആകാശിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് മൂടിയായി കാണുമ്പോ എന്തോ. മായ പറഞ്ഞു വരുന്നത് ആകാശിനൊരു ജോഡി വേണമെന്നല്ലേ? അതെ ടീച്ചർ, അവനെ നമുക്ക് മാറ്റിയെടുക്കണം. ഈ സ്ഥലം കൊള്ളാല്ലേ? കൊള്ളാം. പക്ഷെ വേഗം നടക്ക് രാജേഷേ. നമ്മൾ ഇത്രയൊക്കെ നടന്നു ക്ഷീണിച്ചു. ഒരു കരിക്കിന്റെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ക്ഷീണം മാറി കിട്ടും. കൊള്ളാമായിരുന്നു. അതിന് മത്സരിക്കാരൻ ആള് വേണ്ടേ? രാജേഷിന് എപ്പോഴും ദാഹമാ. ആ കാര്യം ഞാനേറ്റു. ഒന്ന് കേറി കാണിച്ചേ. എന്താ സംശയം? കേറി കാണിച്ചു തരാം. സൂക്ഷിക്കണേ. എന്തായാലും കരി കുടിക്കാലോ. നല്ല പരിചയം. അല്ല, മുതുമുത്തച്ഛന്മാര് കൊരങ്ങാണെന്ന് പറയുന്നത് ഇവന്റെ കാര്യത്തിൽ ശരിയാ. സൂക്ഷിച്ചു വേണേ. പതുക്കെ. വലിയ കഷ്ടായി പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞ അവന്റെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാനടാ? എല്ലാം ശരിയാവും. നിങ്ങളെല്ലാം ഇത്രയും വിഷമിക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ടായി? എല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് പാവം ഈ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലേ? സിന്ധു, എല്ലാരോടും ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ. കുട്ടികൾ പാവം വിഷമിക്കുന്നു. ടീച്ചറും അവരെ പോലെ ആയാലോ? എന്താ ടീച്ചർ ഇത്? ടീച്ചർക്കെങ്കിലും ഇവരെ ഒന്ന് അഡ്വൈസ് ചെയ്തുകൂടെ? നിങ്ങൾ എല്ലാരും പോയി കിടന്നോളൂ. ഇവനൊന്നും സംഭവിക്കില്ല. പോകുന്നേ. എന്നാ ഞങ്ങൾ പറ്റടാ. സിന്ധു, മേലാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വേലക്കാരനോട് പറഞ്ഞാൽ മതി. പരീക്ഷണങ്ങളിൽ ചിലപ്പോ പരാജയം ഉണ്ടാക്കും. അത് മറക്കണ്ട. ചെല്ലേ. ഉറങ്ങിക്കോ. ഹലോ, ഞാൻ ശ്രീമതിയാ. എന്തിനാ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരുന്നു. പുറത്തെവിടെയും പോണ്ട. വേണ്ട, വരണ്ട. ഞാൻ വിളിക്കുന്നത് വരെ വരണ്ട.
ഓരോന്ന്. നിന്നോടല്ലേ വരണ്ടാന്ന് പറഞ്ഞത്? ശരി, പെട്ടെന്ന് അകത്തേക്ക് വാ. ഇരിക്ക. കഥക് ഓ, ഞാനത് മറന്നു. ശ്രീമതി, ശ്രീമതി, എഴുന്നേക്കടാ, നമ്മുടെ ടീച്ചർ വെളിയിൽ നടന്നു പോകുന്നു. രാത്രിയിൽ എവിടെ പോകുന്നു അറിയില്ല. വാ ടീച്ചർ നോക്കാം. എഴുന്നേക്കടാ, വാ. മഴ മഴ തീരെ അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ചുമ്മാ കളിയൊക്കെ. എന്താ മേഡം സൈലന്റ് ആയിരിക്കുന്നേ? നമുക്ക് കുറച്ചുകൂടെ നടന്നിട്ട് വരാം. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് സമയം, നമുക്ക് പോവാം. ടീച്ചർ റെസ്റ്റ് എടുക്കട്ടെ. വാ നമുക്ക് പോവാം. വാ. ശരി. എന്താ ടീച്ചറെ, ആകെ ക്ഷീണിച്ചിരിക്കുന്നത് പോലെ? ഒന്നുമില്ല. എന്താ ഒരു ഗൗരവം? മോർണിംഗ്. ടീച്ചർ ഇത്ര രാവിലെ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ രാവിലെ ഒന്ന് വെറുതെ നടക്കാൻ പോയതാ. എനിക്ക് പ്രകൃതിയോട് വളരെ ഇഷ്ടമാ. പ്രകൃതിക്ക് ആകർഷണ ശക്തിയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മനുഷ്യനെ പ്രതിയാക്കി മാറ്റാനുള്ള ശക്തിയും ഉണ്ട്. മനസ്സിലായില്ല. ടീച്ചർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി, മനസ്സിലാവുമ്പോ മനസ്സിലായിക്കോട്ടെ.
എനിക്ക് നല്ല കടുപ്പത്തിലൊരു ചായ വേണം. മധുരം കുറച്ച് മതി. വേഗം കൊണ്ടുവാ. മേഡം ചായ. എന്താ ടീച്ചർ, എന്തുട്ടായി? ഒന്നുമില്ല. പിന്നെന്താ നിലവിളി കേട്ടല്ലോ? ഇവിടെ ആരും നിലവിളിച്ചില്ലല്ലോ. അപ്പൊ ഞാനെന്തോ നിലവിളി കേട്ടത്? ടീച്ചർ, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടെ അങ്ങനെ ആരും വന്നില്ലല്ലോ. അപ്പോ ഈ ചായ? അത് മാധവന്റെ പണിയാ. ഞാൻ കുളിച്ചു വരുമ്പോഴേ ചിന്തി കിടക്കുന്നുണ്ടായിരുന്നു. ഈയിടെയായിട്ട് മാധവന് ഒരു ശ്രദ്ധയില്ല. അവനിങ്ങ് വരട്ടെ. ടീച്ചർ എന്താ ഇന്ന് പതിവില്ലാത്ത വേഷത്തിൽ? അങ്ങനെ വല്ലപ്പോഴും കോളേജിൽ പഠിച്ച ദിവസങ്ങൾ ഓർത്തു പോകുമ്പോ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാറുണ്ട്. രാജേഷേ, എന്താ ആകാശിനെയും ദീപേനെയും കാണുന്നില്ല? ടീച്ചർ, ഇവർ രണ്ടുപേരും എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാ ഇതിന് ഞാൻ എന്ത് മറുപടി പറയാനാ? ശരി ടീച്ചർ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. രാജേഷ്, ചിലപ്പോൾ നമ്മളോട് പറയാതെ വേറെ എവിടെങ്കിലും പോയി കാണുമോ? അങ്ങനെ അവർ പറയാതെ പോവില്ല. ശരി, എവിടെ പോവാനാ? വാ നോക്കാം. സിന്ധു കുഞ്ഞെ, നിങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴാ പോകുന്നേ? എന്തിനാ? അല്ല, അതുവരെ ഒരു ലീവ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും? ഞാനിവിടെ ഭക്ഷണം പാകം ചെയ്യാൻ നിന്നാലേ ചിലപ്പോഴെന്നെ ഭക്ഷണമാക്കി കളയും. മാധവന് ഭക്ഷണം ആക്കുന്നോ? ആര്? എന്തിന്? മാധവൻ എന്താ ഈ പറയുന്നേ? അല്ല, നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലേ? സിന്ധു, എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? രാജേഷ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ അച്ഛൻ ഇവിടെ പോയി? എനിക്കറിയില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ നടക്കുമോ ആർക്കറിയാം? രാജേഷേ, നമുക്ക് ഉടനെ തിരിച്ചു പോവാം. മണ്ടത്തരം പറയാതെ ഒന്ന് ചുമ്മാ ഇരിക്കുവോ? നമ്മുടെ കൂടെ വന്ന ആകാശിനെ ദീപയും കാണാതെ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ. എന്താ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? ഡാഡി, ഇവിടെ എന്ത് നടക്കുന്നു? ആകാശിനെ ദീപയും കാണുന്നില്ല. ടീച്ചറിന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. എന്താ എല്ലാരും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളുടെ ടീച്ചറുടെ പെരുമാറ്റം മാറി എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല.
ആ